നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഭീകരാക്രമണം ഉണ്ടായ ദിവസം തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു ഉടനടി ഞങ്ങൾ തിരിച്ചടി നൽകുമെന്നുള്ളത്. ഇതിന് ശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാന് നൽകുക എന്ന് നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന നരേന്ദ്രമോദി അവിടെ സന്ദർശനം വെട്ടിച്ചുരുക്കി നേരെ ഇന്ത്യയിലേക്ക് വന്നു. അതേപോലെ അമിത്ഷാ പഹൽഗാം സന്ദർശിക്കുകയും ആ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞിരുന്നു ഇനി യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന്. എന്നാൽ ഈ നിമിഷം വരെ ആ തീവ്രവാദികളെ ഭീകരവാദികളെ ഈ വെടിവെച്ച് കൊന്ന 4 പേരെ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് പറയുന്നത് ഇന്ത്യയുടെ വലിയ പരാജയം തന്നെയാണ്. പല കാടുകളിലും ഇത് അവരെ തെരഞ്ഞുകൊണ്ട് പല അന്വേഷണങ്ങളും നടന്നെങ്കിലും ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ കാശ്മീരിൽ വഴി അവർ രക്ഷപ്പെട്ടു എന്നുള്ള വാദമാണ് ഇപ്പോൾ ഉയർത്തി വന്നിരിക്കുന്നത്. 2000-ഓളം പേരെ അറസ്റ്റ് ചെയ്ത് പല പീഡനങ്ങളും നടത്തി അവരിൽ നിന്ന് ഇവരെക്കുറിച്ചുള്ള ശരിക്കും കൃത്യമായി ചോർത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവരെവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഈ നിമിഷം വരെ ഈ 26 പേരെ വെടിവെച്ച് കൊന്ന ഭീകരരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഇന്ത്യയുടെ നാണക്കേട് തന്നെയാണ്. ഇന്ത്യ വലിയ തിരിച്ചടി കൊടുക്കുമെന്ന് പറയുമ്പോഴും ഇത്ര ദിവസമായി 2 ആഴ്ച കഴിഞ്ഞിട്ടും 4 പേരെ വെടിവെച്ച് കൊന്നവരെ കണ്ടെത്താൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് നാണക്കേടല്ലാതെ പറ്റുന്നതാണ്. ഇതിനിടയിൽ പാകിസ്ഥാൻ പല വാദങ്ങളും ഉയർത്തുന്നുണ്ട്, ഭീഷണികൾ മുഴക്കുന്നുണ്ട്, യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ട്. സിന്ധു നദീജലത്തിലെ വെള്ളം തടഞ്ഞാൽ ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കുമെന്നും അത് സൈന്യം ഇടപെടുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ബേനസീർ ഭുട്ടോയുടെ മകൻ ഈ കാര്യം ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു. പിന്നീട് പ്രതിരോധ മന്ത്രിയും ഈ കാര്യം പറഞ്ഞു. എന്തായാലും യുദ്ധം അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തതാണ്. ഏത് സമയത്ത് എപ്പോൾ യുദ്ധമുണ്ടാകുമെന്ന് ഇപ്പോൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം നരേന്ദ്രമോദി 3 സൈനിക വിഭാഗത്തിൻ്റെയും മേധാവികളെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് യുദ്ധം ആരംഭിക്കാം, യാതൊരു വിട്ടുവീഴ്ചയുമില്ല, തകർത്ത് തരിപ്പണമാക്കി കളയും പാകിസ്ഥാനെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എയർ ചീഫ് മാർഷൽ AP സിംഗ്, അതേപോലെ നാവികസേനയുടെ അഡ്മിറൽ ദിനേശ് K ത്രിപാഠി, അതേപോലെ കരസേനയുടെ ജനറൽ, ഇവരെല്ലാവരും നേരിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കണ്ട്, പ്രതിരോധ മന്ത്രിയെയും കണ്ട്, രാജ്നാഥ് സിംഗിനെയും കണ്ട് യുദ്ധം എന്തായാലും യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ്, അത് കൃത്യമായ സമയത്ത് സ്ഥലത്ത് തുടങ്ങണം എന്നാണ് ഇവർക്ക് അനുമതി കൊടുത്തിട്ടുള്ളത്. അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം സേനകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ ഗതികളും വിഗതികളും നിയന്ത്രിക്കാവുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരിടേണ്ടി വരും, ചൈനയിൽ നിന്നുള്ള ആക്രമണം നേരിടേണ്ടി വരും, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ആക്രമണവും നേരിടേണ്ടി വരും. അതൊന്നും ചെറിയ കാര്യമായി കാണരുത്. ഇതിനിടയിൽ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെയുള്ള നേതാക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സേനാ നായകന്മാർ ലീവ് എടുത്ത് സ്ഥലം വിട്ടു എന്ന് പറയുന്ന കഥയുണ്ട്. അതോടൊപ്പം ഇന്ത്യയുടെ ബോർഡറിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വെടിവെച്ച് പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യവും വന്നിട്ടുണ്ട്. ഇതിനിടയിൽ BSFകാർ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു BSFകാരനെ പാകിസ്ഥാൻ സേന തട്ടിക്കൊണ്ടുപോയ വിവരവുമുണ്ട്. ഈ വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൻ്റെ അലമ്പൊലികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും യുദ്ധമുണ്ടാകുമെന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ രക്ഷാസേനയിൽ ചെന്ന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്ന അടച്ചിട്ട റൂമിൽ രക്ഷാസേന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ റഷ്യയിൽ പോയി സഹായം തേടിയെങ്കിൽ വിദേശകാര്യ അവിടെയുള്ള അംബാസഡർ പോയി റഷ്യയിൽ പോയി യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് താല്പര്യമില്ല എന്ന് അറിയിച്ചെങ്കിലും റഷ്യ 260 കോടിയുടെ മിസൈൽ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം അറബിക്കടലിൽ യുദ്ധക്കപ്പലുകളിലെല്ലാം വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുമ്പോൾ തുർക്കിയുടെ ഒരു കപ്പൽ കറാച്ചിയിൽ എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ സഹായിക്കാൻ.
ചൈനയേക്കാൾ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് പാകിസ്ഥാനുമായി തുർക്കി എല്ലാവിധ പിന്തുണയും ഇതിനകം തന്നെ പാകിസ്ഥാന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ പറയുന്നത് റഷ്യയുടെയോ ചൈനയുടെയോ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം. അങ്ങനെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പാകിസ്ഥാന് യാതൊരു പങ്കുമില്ല, പാകിസ്ഥാനെതിരെ യാതൊരു ബന്ധവുമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ പല ഭീകരാക്രമണങ്ങൾ നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ തന്നെ സ്വയം സമ്മതിച്ചിരിക്കുന്നത്. അമേരിക്കയും മറ്റു രാജ്യങ്ങളും പറയുന്നതനുസരിച്ച്, ചൈനയും എല്ലാം പറയുന്നതനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതെന്നാണ് അവർ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ എപ്പോൾ യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടേയില്ല. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ പേര് പോലും ഇതുവരെ പറയാതെയാണ് ഇന്ത്യൻ നേതാക്കന്മാർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് കൃത്യമായി ഇന്ത്യക്ക് ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നു, പ്രകോപനം വന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പേടിച്ചിട്ട് ഇന്ത്യ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, സിന്ധു നദിയിലേക്കുള്ള എല്ലാ വെള്ളവും തടഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധത്തിന് ഇന്ത്യ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിന് കാരണം സിന്ധു നദീ ജലത്തിലേക്ക്, അതായത് പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദി വഴിയുള്ള വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ ആക്രമണം ഉടനെ ഉണ്ടാകും, ഇന്ത്യയെ തകർത്ത് കളയുമെന്ന് പറയുന്ന ഭീഷണിയാണ് ഇതിന് കാരണം. അതോടൊപ്പം ന്യൂക്ലിയർ ബോംബടക്കമുള്ള അണുബോംബുകൾ പ്രഖ്യാപിക്കാൻ യാതൊരു മടിയും പാകിസ്ഥാൻ കാണിക്കില്ല. പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവരുടെ പേടിയിൽ നിന്നാണ് ഇങ്ങനെ ആക്രോശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത്. ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യയുടെയും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പൂർണ്ണ പിന്തുണ ഇന്ത്യ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിജയം. ഇപ്പോൾ ചെനാബ് നദിയിലെ ബഗ്ലിഹാർ അണക്കെട്ട് ഇപ്പോൾ പൂർണ്ണമായും അതിൻ്റെ ഷട്ടറുകൾ പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവഴി വെള്ളം പൂർണ്ണമായി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ ജലം നദിയിലെ കിഷൻ ഗംഗ എന്ന് പറയുന്ന അണക്കെട്ടും പൂർണ്ണമായി ഷട്ടറുകൾ താഴ്ത്തിയിരിക്കുന്നു. അതുവഴി വെള്ളം അവിടേക്ക് വരുന്നത് പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, ഉറി അണക്കെട്ട് ഇതിനിടയിൽ തുറന്നു വിട്ട് പാകിസ്ഥാനിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കമുണ്ടാകുകയും അതിൽ വെള്ളപ്പൊക്കത്തിൽ മുക്കിക്കൊല്ലാൻ ഇന്ത്യ പ്ലാൻ ചെയ്തു എന്നാണ് അവർ ആക്ഷേപിച്ചിരുന്നത്. ആദ്യം വെള്ളത്തിൽ മുക്കിക്കൊന്നു, ഇപ്പോൾ ഇതാ വെള്ളം കംപ്ലീറ്റ് തടഞ്ഞുകൊണ്ട് വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇത് വലിയ തോതിൽ പാകിസ്ഥാനെ ബാധിക്കും. കാരണം പാകിസ്ഥാനിൽ വരൾച്ചയാണുള്ളത്. 50 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് പാകിസ്ഥാനിൽ അനുഭവപ്പെടുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം കൂടി മുട്ടിച്ചാൽ പാകിസ്ഥാൻ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടും. അതോടൊപ്പം തന്നെ കറാച്ചിയിലടക്കം പാകിസ്ഥാൻ്റെ ഒരു വലിയ ഏരിയയിലടക്കം വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടും. ഇങ്ങനെ യുദ്ധം പല രൂപത്തിലാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത്. ഈ പുതിയ തന്ത്രം, ഇന്ത്യയുടെ പുതിയ തന്ത്രം ശരിക്കും പാകിസ്ഥാനെ വിഷമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ദുർബല, ഗർഭിണിയായപ്പോൾ പൂർണ്ണമായി ഗർഭിണിയും കൂടി ആയാലോ എന്നുള്ള സ്ഥിതിയിലാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പൂർണ്ണമായും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ യുദ്ധത്തിന് കാരണമായിട്ടുള്ള ഈ ഭീകരാക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടുള്ളത്. ഇത് പാകിസ്ഥാനാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ തെളിവുകൾ പല മേഖലകളിൽ നിന്നും ഇന്ത്യ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അത് ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ളതും പുടിൻ പറഞ്ഞിട്ടുള്ളതും ഒന്നാണ്, ഇതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട. നെതന്യാഹുവും പൂർണ്ണ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് എത്ര യുദ്ധവിമാനങ്ങൾ വേണമെങ്കിലും എത്ര യുദ്ധസാമഗ്രികൾ വേണമെങ്കിലും ഇന്ത്യയിൽ എത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇതേപോലെ റഷ്യയും ഇതേപോലെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അമേരിക്കയാണെങ്കിൽ പാകിസ്ഥാൻ്റെ നിലവിളിയൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്ക് പോയിരിക്കുന്നത്. പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആകെ ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും തുർക്കിയുടെയും മാത്രമാണ് ഇപ്പോൾ സഹായമുള്ളത്. ആ സഹായം കൊണ്ടൊന്നും ഇന്ത്യയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്ത്യ എല്ലാ തരത്തിലും സേനയെ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ ഇന്ത്യയുടെ ബോർഡറുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരസേനാ യുദ്ധവും വ്യോമമാർഗമുള്ള യുദ്ധവും അതേപോലെ നാവിക യുദ്ധത്തിനും ഇന്ത്യ തയ്യാറായി എന്നുള്ള റിപ്പോർട്ടുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ
യുദ്ധത്തെക്കുറിച്ചുള്ള നിരീക്ഷകർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യ യുദ്ധം ചെയ്യാൻ റെഡിയായിരിക്കുകയാണ്. അത് ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. ആ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അന്ത്യം കണ്ടിട്ടേ ഇന്ത്യ പിൻവാങ്ങുകയുള്ളൂ. തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാനെ ചുട്ടരിച്ച് കളയും എന്നുള്ള നിലപാടിലാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധം ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്ന് ശങ്കിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. അങ്ങനെ വന്നാൽ അത് വലിയ വിനാശകരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഭീകരരെ പോലും പിടിക്കാൻ കഴിയാത്ത ഇന്ത്യയെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ എതിരാണ്. പാകിസ്ഥാൻ്റെ ഒരു ബോർഡർ അഫ്ഗാനിസ്ഥാനാണ്. ആ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്നത് വലിയ ദോഷം തന്നെ അവർക്ക് ചെയ്യും. എന്നാൽ ചൈനയുടെ നിലപാടും അതേപോലെ ബംഗ്ലാദേശിൻ്റെ നിലപാടും ഇന്ത്യക്ക് വലിയ ദോഷവും ചെയ്യും. എന്തായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നിരിക്കെ ഈ ഭീകരരെ അമർച്ച ചെയ്യുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ ഇന്ത്യ തേടും എന്നുള്ള കാര്യം സംശയമില്ല. ഇന്ത്യ പാകിസ്ഥാന് യുദ്ധം ചെയ്യുകയായിരിക്കില്ല, ഭീകര കേന്ദ്രങ്ങൾ ചുട്ടരിക്കുകയായിരിക്കും ഇന്ത്യ ചെയ്യുക. അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പുതിയ ഇന്ത്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വെള്ളം തുറന്നുവിട്ട് ഉറി ഡാമിലെ വെള്ളം തുറന്നുവിട്ട് സിന്ധു നദി കരയിലെല്ലാം വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വെള്ളപ്പൊക്കത്തിലൂടെ മനുഷ്യരെ കൊല്ലാം, അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ നിലപാട് മാറ്റി ഇപ്പോൾ വെള്ളം മുട്ടിക്കുന്ന ഏർപ്പാടിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ വരൾച്ച കൊണ്ട് സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇങ്ങനെ യുദ്ധം പല തന്ത്രത്തിലും പല രൂപത്തിലും ഇന്ത്യ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട്, വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ട്, വായുവിനെ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ പല മാർഗത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ യുദ്ധം വരും എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കും. ഞങ്ങൾ അണുവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. ആ പ്രതിരോധം എവിടെ എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുമ്പായിട്ട് പാകിസ്ഥാനെ ഇന്ത്യ കടന്നാക്രമിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മെയ് 13 മുതൽ യുദ്ധം ആരംഭിക്കുമെന്നുള്ള അനൗദ്യോഗികമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളവും സൂക്ഷിക്കണം. സ്ലീപ്പിംഗ് സെൽ ഉണ്ടെന്നാണ് ലോക്നാഥ് ബെഹ്റ മുൻ DGP പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് ISI ഭീകരർ അവരെ ശക്തി പ്രാപിച്ച് പല ആക്രമണങ്ങളും നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. തിരുവനന്തപുരം എയർപോർട്ടിലും വിഴിഞ്ഞം സീപോർട്ടിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും അങ്ങനെ ഒരു ബോംബ് ഭീഷണിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അതെല്ലാം സത്യമല്ല എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്തരത്തിൽ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പേടിയോടെ മാത്രമേ കാണാൻ പറ്റൂ. യുദ്ധം ആരംഭിച്ചാൽ തീർച്ചയായും കൊച്ചിയും കേരളവും പേടിക്കുക തന്നെ വേണം. കാരണം സ്ലീപ്പിംഗ് സെല്ലുകൾ ഇവിടെ വ്യാപകമാണെന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ആരുമല്ല, ഭരണസിരാ കേന്ദ്രത്തിൻ്റെ വക്താവായ DGP ബെഹ്റയാണ്. DGP സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത് പിരിയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കേരളം സൂക്ഷിക്കണം, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് എന്നുള്ള കാര്യം. വിവിധ സ്ഥലങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പേടിച്ചേ പറ്റൂ.